എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തു പറയുന്നു? എല്ലാവർക്കും സുഖമാണോ? എനിക്കും ഇവിടെ സുഖമാണ്. നീർവീഴ്ചയുള്ള കാരണം എൻ്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസമുണ്ട്. അത് മൂക്കടഞ്ഞിട്ടാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഊണൊക്കെ കഴിഞ്ഞോ? എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് എടുത്ത് ഇരിക്കുകയാണോ? എൻ്റെയും ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞു. ഞാനും ഇവിടെ റെസ്റ്റ് എടുത്ത് ഇരിക്കുകയാണ്. പണികളൊക്കെ കഴിഞ്ഞു, ഊണ് കഴിഞ്ഞു, റെസ്റ്റായിട്ടിരിക്കുകയാണ്. രാവിലത്തെ പിന്നെ ധൃതിയും പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ച തിരിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര വലിയധികം പണികളൊന്നുമില്ല. ഉച്ച തിരിഞ്ഞ പണികളൊക്കെ കുറവാണ്. ഊണ് കഴിഞ്ഞാൽ പിന്നെ ഒരുവിധമൊക്കെ നമുക്ക് വിശ്രമിക്കാനുള്ള സമയങ്ങളാണ്. അപ്പോൾ ആ സമയം ആണ് ഞാൻ ഈ വക കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചതേ, ഒരു വിഭാഗം ആളുകളുണ്ട് സ്വയം കുറ്റം ഏറ്റെടുക്കാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഒരു വിഭാഗം ആളുകളുണ്ട്. അതായത് എന്ത് തന്നെ ആ ആളുകൾക്ക് സംഭവിച്ചു കഴിഞ്ഞാലും അതൊന്നും അവരുടെ കുറ്റം കൊണ്ടാണോ എന്ന് അവർ ചിന്തിക്കാനോ അവരതിനെപ്പറ്റി വിശകലനം ചെയ്യാനോ നോക്കാനോ ഒന്നും പോവില്ല. അതൊക്കെ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാനാണ് അവർ ശ്രമിക്കുക. അങ്ങനെയുള്ള ആളുകൾ. എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പറഞ്ഞാൽ അത് ഇന്നതുകൊണ്ടാണ്, ആ ആൾ ഇന്നമാതിരി ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് ഇന്നമാതിരി വന്നത്, അല്ലെങ്കിൽ അത് ഇന്നമാതിരി അവൾ ഇന്നമാതിരി ചെയ്തുകൊണ്ടാണ് ഞാനിത് സഹിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അവൻ ഇന്നമാതിരി ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഉണ്ടായത്. മറ്റുള്ളവരുടെ മേലെ കുറ്റം കെട്ടിവെച്ചിട്ടാണ് അവർക്കുണ്ടാവുന്ന എന്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അവർ ചിന്തിക്കുന്നു. ആ രീതിയിലാണ് അവരുടെ ചിന്ത പോവുക. ഒരിക്കലും അത് എൻ്റെ കുറ്റം കൊണ്ടാണോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അത് എൻ്റെ കുറ്റം കൊണ്ടാണോ എന്ന് അവരൊരിക്കലും ചിന്തിക്കാറില്ല. നമ്മൾ നമ്മളൊന്ന് ചിന്തിച്ചാലല്ലേ നമ്മളിലേക്ക് ഒരു ചിന്ത വന്നാലാണല്ലോ എൻ്റെ കയ്യിൽ നിന്ന് എന്തും മിസ്സിങ് ആണ് ഉണ്ടായത്, എന്ത് പ്രശ്നമാണ് എൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ഉണ്ടായെന്നുള്ളത് ഈ വിഭാഗം ആളുകൾ ചിന്തിക്കില്ല. അവർ മറ്റുള്ളവരുടെ മേലേക്ക് ക്യാമറ തിരിച്ചു വെച്ചിട്ടിരിക്കുകയാണ്. അവരങ്ങനെ ചെയ്തുകൊണ്ടാണ്, അവരിങ്ങനെ ചെയ്തുകൊണ്ടാണ്, മറ്റുള്ളവരിങ്ങനെ ചെയ്തുകൊണ്ടാണ് എന്നുള്ള ഒരു ക്യാമറ അങ്ങോട്ടാണ് അവർ നോക്കുള്ളൂ. ആ മറ്റുള്ളവരുടെ പ്രവൃത്തികളിലേക്കാണ് അവരുടെ കൂടുതൽ ശ്രദ്ധ വരുന്നത്. അല്ലാണ്ട് സ്വന്തം മുഖത്തേക്ക് ക്യാമറ ഒരിക്കലും അവർ തിരിക്കില്ല. അതായത് എൻ്റെ കയ്യിലുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണ് അതവർ ചിന്തിക്കില്ല. ഞാൻ എന്താ പറയുക, എല്ലാവരെക്കാളും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണെന്നാണ് അവരുടെ ധാരണ. എനിക്കൊരു കുറ്റമില്ല, എല്ലാം എനിക്ക് സംഭവിക്കുന്ന എല്ലാ ദോഷങ്ങളും മറ്റുള്ളവർ കാരണമാണ് എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. വിഭാഗം എന്ന് പറഞ്ഞാൽ നല്ലൊരു വിഭാഗം ഉണ്ട്. അത് കുറച്ചൊന്നല്ല, ഒരുവിധം ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് അവരൊരിക്കലും നോക്കില്ല. നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചത്, അത് എൻ്റെ തെറ്റുകൊണ്ടാണോ, എൻ്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നു എന്നുള്ള ചിന്തിക്കാനുള്ളൊരു ഇത് അവർ നോക്കുകയില്ല, ആലോചിക്കുകയില്ല. ഉടനടി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനടി മറ്റുള്ളവരുടെ മേലേക്കാണ് അവരുടെ ആരോപണങ്ങളെല്ലാം അവർ ഉയർത്താറുള്ളത്. ഇതൊരു നല്ല പ്രവണതയല്ല. ഇത് ചിലപ്പോൾ ഉണ്ടാവും, മറ്റുള്ളവരുടെ കുറ്റം കൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ള പലതും നമുക്ക് ചിലപ്പോൾ സംഭവിക്കും. ചില ആളുകളുടെ പ്രവൃത്തി കൊണ്ട് അതിൻ്റെ അനന്തരഫലം നമ്മൾ അനുഭവിക്കേണ്ടതൊക്കെ വരും. പക്ഷേ എല്ലാതും അങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. എല്ലാത്തിനും മറ്റുള്ളവർ കുറ്റം പറയാൻ പാടില്ല. സ്വയം കുറ്റം ഏറ്റെടുക്കാനായിട്ട് നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തണം. അതായത് നമുക്ക് കുറ്റങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഏറ്റെടുക്കാനും കൂടി തയ്യാറാവണം. അത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കുറ്റം തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കി കഴിഞ്ഞാലാണ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ മറ്റുള്ളവരെ നേരേക്ക് തിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിലത്തെ കുറ്റങ്ങളോ നമ്മുടെ കുറവുകളോ ഒന്നും നമുക്ക് മനസ്സിലാവാണ്ട് പോവാണ്. ഒക്കെ മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തലും അവരുടെ പ്രവൃത്തികളും അവരുടെ കാര്യങ്ങളാണ് നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കാണാനായിട്ട് പറ്റില്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കാണാനാണ് നമ്മൾ കണ്ണുകൾ തുറന്നു വെച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അത് അത്ര ഒരു നല്ല കാര്യമല്ല. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അത് നമ്മൾക്ക് തിരുത്താനും നമ്മളെ തിരുത്താനും ഒന്നും നമുക്ക് സാധിക്കാണ്ട് പോവാണ്. മറ്റുള്ളവരുടെ മേലേക്ക് ഏത് നേരം കണ്ണുകൾ തുറന്ന് വെച്ചിരിക്കുന്ന ഒരു പ്രവൃത്തി കൊണ്ട്
നമ്മുടെ കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കാൻ സമയം, മറ്റുള്ളവരെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്ക് സ്വന്തം കാര്യങ്ങൾ അന്വേഷിക്കാൻ സമയം കിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അത് സത്യമാണ്. എന്താ വെച്ചാൽ അവർക്ക് നമ്മുടെ വീട്ടിലത്തെയോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നേരമില്ല. മറ്റുള്ളവർക്ക് എന്താ നടക്കണേ, മറ്റുള്ളവർ എന്ത് കുറ്റമാണ് ചെയ്യണേ, മറ്റുള്ളവർ എന്ത് തെറ്റാണ് ചെയ്യണേന്ന് അന്വേഷിച്ച് നടക്കാനാണ് അവർക്ക് കൂടുതൽ നേരം. അപ്പം നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നും, വീട്ടിലുള്ള ആളുകളായിക്കോട്ടെ നമ്മളായിക്കോട്ടെ, ചെയ്യുന്ന കുറ്റങ്ങളും തെറ്റുകളും ഒന്നും അവർക്ക് അന്വേഷിക്കാനോ നടക്കാനോ അവർക്ക് താല്പര്യമില്ല. അവരെ ചെയ്യൂല. ഇനി കുറ്റം മറ്റുള്ളവർ കാട്ടിക്കൊടുത്താലും അവരത് ഉൾക്കൊള്ളൊന്നുമില്ല. ഞാൻ വളരെയധികം പെർഫെക്റ്റാന്ന് തന്നെ അവർ പറയുള്ളൂ. എനിക്ക് എൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ല, ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരു പുരുഷനാണ്, ആരും ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കാനുള്ളൊരു മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മനസ്സാണ്. നമ്മുടെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടായി, ഓക്കെ, എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ പറ്റി, അതുകൊണ്ടായിരിക്കാം എന്ന് പറയാൻ നമുക്ക് പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു നല്ലൊരു ക്വാളിറ്റിയാണ്. എല്ലാവർക്കും അത് പറ്റുമൊന്നുമില്ല. ആ തെറ്റിനെ ന്യായീകരിച്ച് നിൽക്കാനാണ് ഒട്ടുമിക്ക ആളുകളും ശ്രമിക്കുക. അത്രയും അറിവുള്ള ആളുകൾ മാത്രമേ അത്രയും നമ്മളെപ്പറ്റി ചിന്തിക്കുന്നതും അത്രയും ലോകപരിചയവും അത്രയും ജ്ഞാനമുള്ള ആളുകൾ മാത്രമാണ് നമുക്ക് പറ്റിയ തെറ്റുകൾ എനിക്ക് തെറ്റ് പറ്റി എന്ന് സമ്മതിക്കാനായിട്ട് ഒരുമ്പെടുള്ളൂ. അല്ലാത്ത ആളുകൾക്കൊന്നും അത് തെറ്റ് പറ്റിയതാണ് സമ്മതിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കുറ്റം ചെയ്ത പോലെ അവർക്ക്. എന്താണ് അങ്ങനെ? തെറ്റുകളൊക്കെ മനുഷ്യന്മാരല്ലേ, തെറ്റുകളൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റും. ചിലപ്പോൾ നമ്മുടെ പരിചയക്കുറവോ എന്തുകൊണ്ടോ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചിലപ്പോൾ എല്ലാതും ശരിയായിക്കൊള്ളുന്നൊന്നുമില്ല. പക്ഷെ നമ്മളത് മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടുമ്പോൾ തെറ്റാണെങ്കിൽ നമ്മളത് തെറ്റാന്ന് സമ്മതിക്കണം. അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വയം നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എന്താ പറ്റിയത്, എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുമോ എന്നുള്ളൊരു ഒരു തിരിച്ചറിവും കൂടി നമുക്ക് വേണ്ടതാണ്. അത് നമ്മൾ ചെയ്യണം. അതൊന്നും ഒരു മോശമായിട്ടുള്ളൊരു കാര്യമല്ല. എനിക്ക് തെറ്റ് പറ്റിയെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് കുറേ ആളുകൾ വിചാരിക്കുന്നത്. തെറ്റ് പറ്റാത്തവരാരുമില്ല. തെറ്റൊക്കെ എല്ലാവർക്കും പറ്റും. എത്ര വലിയ അറിവുള്ള ആളുകൾക്കും തെറ്റുകൾ പറ്റും. അപ്പം തെറ്റ് പറ്റിയെന്ന് പറയുന്നത് വലിയൊരു നാണക്കേടായിട്ട് ആരും കരുതാൻ പാടില്ല. അതൊക്കെ എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. ഏത് പണ്ഡിതനും ഏത് പാമരനായാലും ആർക്കായാലും, എത്ര വലിയ ആളുകൾക്കായാലും അതൊക്കെ സംഭവിക്കും. എത്ര വിദ്യാഭ്യാസമുള്ളവരായാലും എത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്കായാലും തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം. പക്ഷെ ആ തെറ്റുകൾ നമ്മൾ തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് പറ്റിയ തെറ്റുകൾ തിരുത്തുക, നമുക്കുണ്ടായ വീഴ്ചകൾ നമ്മൾ ഒന്ന് വിശകലനം ചെയ്ത് നമ്മളത് പിന്നീട് വരാതിരിക്കാൻ ശ്രമിക്കുക. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു ഇതാണ്. അല്ലാണ്ട് ഇങ്ങനെ ഉണ്ടായത് എനിക്കൊരു കുറ്റമില്ല, ഞാൻ വളരെ പെർഫെക്റ്റാണ്, പക്ഷേ ഇന്ന ആൾ എന്നെ മാതിരി ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് ഭയങ്കര അവരുടെ കൂടെ ജീവിക്കുന്ന അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകൾക്കും ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നീട് കാലക്രമേണ ഇവരുടെ ജീവിതം ഇവർക്ക് തന്നെ ഒരു ദുസ്സഹമായി തീരും, മറ്റുള്ളവർക്കൊക്കെ ഒരു ശല്യമായി തീരുമ്പോൾ അപ്പോൾ പിന്നെ അത് അവനാനും ഒരു ബുദ്ധിമുട്ടായി മാറല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകൾ നമ്മളത് മാറ്റണം, തിരുത്താനായിട്ട് ശ്രമിക്കണം. അതായത് നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തെറ്റാണെന്ന് പറയാനായിട്ട് ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റി എന്ന് പറയാനായിട്ട് നമുക്ക് എന്തിനാണ് നാണക്കേടേണ്ട ആവശ്യം? നമ്മളത്ര ദൈവങ്ങളൊന്നുമല്ലല്ലോ. ദൈവങ്ങൾക്ക് വരെ തെറ്റ് പറ്റിയിട്ടുണ്ട്. പണ്ട് പറയണ കേട്ടിട്ടില്ലേ, എല്ലാ ദൈവങ്ങളും ശരിയായിട്ടുള്ള തീരുമാനം മാത്രമൊന്നല്ല എടുത്തേക്കണത്, തെറ്റായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ദൈവങ്ങൾക്കും പറ്റിയിട്ടുണ്ട് തെറ്റുകൾ. അപ്പോൾ നമ്മൾ അത് തെറ്റെന്ന് പറഞ്ഞത് വലിയൊരു മോശമായിട്ട് കണക്കാക്കണ്ട. തെറ്റ് പറ്റിയെന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു എന്തെന്നാ പറയുക, ഇനി ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ എന്തിനാ കൊള്ളുക അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് തെറ്റ് പറ്റിയാൽ നമ്മളത് വളരെ കോൺഫിഡൻ്റായിട്ട് പറയണം. എനിക്കൊരു തെറ്റ് പറ്റി എന്ന് പറയുന്നിടത്താണ് നമ്മുടെ വിജയം. അപ്പോൾ നമ്മളങ്ങനെ തെറ്റുകൾ പറ്റാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. പിന്നെ പറ്റിയ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് എന്തുകൊണ്ടാണ് തെറ്റ് പറ്റിയെന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യാനും നമ്മൾ ശ്രമിക്കുക. പിന്നെ തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഒരു സോറി പറയാനോ എനിക്കങ്ങനെ പറ്റിപ്പോയി എന്ന് പറയാനോ ഒരു നാണക്കേടും ആർക്കും വിചാരിക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരെ മനസ്സിൽ തോന്നുക ആൾക്കൊരു തെറ്റ് പറ്റിയാൽ ആളത് തെറ്റിയെന്ന് പറഞ്ഞു,
അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ടാണ് മറ്റുള്ളവർക്കൊക്കെ തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തെറ്റ് പറ്റി എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കരുത്. മാത്രമല്ല, നമുക്ക് പറ്റിയ നമ്മുടെ കൈ കൊണ്ടുണ്ടാവുന്ന പ്രശ്നം കൊണ്ടുണ്ടാവുന്ന തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ശീലവും നമ്മൾ കൊണ്ടു നടക്കരുത്. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു വീഴ്ച കൊണ്ടായിരിക്കാം എന്നുള്ള രീതിയിൽ ഒരു ചിന്ത നമുക്ക് എപ്പോഴും